ഹലോ എവരിവൺ, ഈ വീഡിയോയിൽ നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ എബിലിറ്റി ഓഫ് എ ടൂൾ മെറ്റീരിയൽ ടു റെസിസ്റ്റ് ഷോക്ക് ഓർ ഇമ്പാക്ട് ഫോഴ്സസ് ഈസ് നോൺ ആസ്. ഓപ്ഷൻസ്: വെയർ റെസിസ്റ്റൻസ്, ടഫ്നെസ്, റെഡ് ഹാർഡ്നെസ്, മെഷീനബിലിറ്റി. ഒരു മെറ്റീരിയലിനെ ഷോക്ക് അല്ലെങ്കിൽ ഇമ്പാക്ട് ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ ടഫ്നെസ് എന്ന് പറയുന്നത്. ഒരു മെറ്റീരിയലിന് ഷോക്ക് അല്ലെങ്കിൽ ഇമ്പാക്ട് ഫോഴ്സസ് അല്ലെങ്കിൽ ഫ്രാക്ചർ ആവാതെ എനർജി അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടഫ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് നോക്കാം. ഒന്ന്, ഇലാസ്റ്റിസിറ്റി. നമുക്കറിയാം, ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെറ്റീരിയലിന് അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആഫ്റ്റർ റിമൂവൽ ഓഫ് ലോഡ് റിമൂവ് ചെയ്യുമ്പോൾ മെറ്റീരിയലിന് അതിന്റെ ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യാൻ പറ്റുന്ന എബിലിറ്റിയാണ് എന്ത്? ഇലാസ്റ്റിസിറ്റി. ഈ ഇലാസ്റ്റിസിറ്റി കാണിക്കുന്ന മാക്സിമം ലിമിറ്റ്, ഒരു മെറ്റീരിയൽ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന മാക്സിമം ലിമിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലാസ്റ്റിക് ലിമിറ്റ് ഓഫ് എ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇനി പ്ലാസ്റ്റിസിറ്റി. ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും മെറ്റീരിയലിൽ ഒരു പെർമനന്റ് ഡീഫോർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? പ്ലാസ്റ്റിസിറ്റി എന്ന് പറയാം. ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയലിൽ ഒരു പെർമനന്റ് ഡീഫോർമേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഒരു മെറ്റീരിയലിനെ വയർ ഫോമിലേക്ക് വലിച്ചു നീട്ടാൻ പറ്റുന്നതിനെയാണ് നമ്മൾ അതിന്റെ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. മെറ്റീരിയലിനെ വയർ ഫോമിലേക്ക് വലിച്ചു നീട്ടാൻ പറ്റുന്നതിനെ. നെക്സ്റ്റ്, ഹാർഡ്നെസ്. ഹാർഡ്നെസ് എന്താണ്? പെനിട്രേഷന് അല്ലെങ്കിൽ ഇൻഡന്റേഷന് അല്ലെങ്കിൽ സ്ക്രാച്ചിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള മെറ്റീരിയലിന്റെ എബിലിറ്റിനെയാണ് നമ്മൾ ഹാർഡ്നെസ് എന്ന് പറയുന്നത്. പെനിട്രേഷൻ അല്ലെങ്കിൽ സ്ക്രാച്ച് റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാർഡ്നെസ് എന്ന് പറയുന്നത്. അടുത്തത് ടഫ്നെസ്. നമ്മൾ പറഞ്ഞു, മെറ്റീരിയലിന്റെ ഷോക്ക് അല്ലെങ്കിൽ ഇമ്പാക്ട് റെസിസ്റ്റിംഗ് എബിലിറ്റിനെയാണ് നമ്മൾ ടഫ്നെസ് എന്ന് പറയുന്നത്. ഇനി എൻഡ്യൂറൻസ് സ്ട്രെങ്ത്. ഒരു മെറ്റീരിയലിന്റെ എൻഡ്യൂറൻസ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് വേരിയസ് സൈക്ലിക് ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള മെറ്റീരിയൽസിന്റെ എബിലിറ്റിയാണ്. ഫെയിലിയർ ആവാതെ വേരിയസ് സൈക്ലിക് ലോഡ്സ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള മെറ്റീരിയൽസിന്റെ എബിലിറ്റിനെയാണ് നമ്മൾ അതിന്റെ എൻഡ്യൂറൻസ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇനി ക്രീപ്പ് റെസിസ്റ്റൻസ്. എന്താ ക്രീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടൈം ഡിപ്പെൻഡന്റ് പ്രോപ്പർട്ടിയാണ്. അതായത് നമ്മളൊരു മെറ്റീരിയലിലെ ലോങ് ടേമിലേക്ക് മെക്കാനിക്കൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ അത് സ്ലോലി ഡീഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രീപ്പ് എന്ന് പറയുന്നത്. ലോങ് ടേമിൽ മെക്കാനിക്കൽ സ്ട്രെസ്, അതായത് ഈൽഡ് സ്ട്രെങ്ത്തിന് താഴെയാണെങ്കിൽ കൂടെ ആ മെറ്റീരിയൽ സ്ലോലി ഡീഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രീപ്പ് എന്ന് പറയുന്നത്. ഈ ക്രീപ്പ് റെസിസ്റ്റ് ചെയ്യാനുള്ള മെറ്റീരിയലിന്റെ എബിലിറ്റിനെയാണ് നമ്മൾ ക്രീപ്പ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഐസോട്രോപ്പി. എല്ലാ ഡയറക്ഷനിലും ഒരേ മെറ്റീരിയൽ പ്രോപ്പർട്ടി കാണിക്കുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോട്രോപ്പിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ലോഡിന് ഇറസ്പെക്റ്റീവ് ആയിട്ട് എല്ലാ ഡയറക്ഷനിലും ഒരേ മെറ്റീരിയൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരേ എലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന മെറ്റീരിയൽസ് ആണ് എന്ത്? ഐസോട്രോപ്പിക് മെറ്റീരിയൽസ്. ഈ ഒരു പ്രോപ്പർട്ടിനെയാണ് നമ്മൾ ഐസോട്രോപ്പി എന്ന് പറയുന്നത്. ഇതിൽ ഇലാസ്റ്റിസിറ്റി, ഹാർഡ്നെസ്, ടഫ്നെസ്, ഐസോട്രോപ്പി, ഈ 4 പ്രോപ്പർട്ടീസും മാറി മാറി ക്വസ്റ്റ്യൻസിൽ കാണാറുള്ള പ്രോപ്പർട്ടീസ് ആണ്. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി? ഓപ്ഷൻ: ഷിയർ സ്ട്രെസ്, ബൾക്ക് മോഡുലസ്, പോയിസൺസ് റേഷ്യോ, ഷിയർ മോഡുലസ്. ഈ തന്നതിൽ ഏതാണ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി? ആദ്യത്തത് ഷിയർ സ്ട്രെസ്. എന്താ ഷിയർ സ്ട്രെസ്? ഷിയർ റെസിസ്റ്റൻസ് പെർ ഏരിയ. ഏരിയക്ക് ടാൻജൻഷ്യൽ ആയിട്ട് 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ മെറ്റീരിയലിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ് ആണ് എന്ത്? ഷിയർ സ്ട്രെസ്. ഏരിയക്ക് ടാൻജൻഷ്യൽ ആയിട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴാണ് ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഷിയർ സ്ട്രെസിന്റെ ഇക്വേഷൻ എന്താണ്? ഷിയർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് ബൈ ഏരിയ ആണ് ഷിയർ സ്ട്രെസ്. ഷിയർ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണെന്ന് നമുക്കറിയാം. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അപ്പോൾ ഷിയർ സ്ട്രെസിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ അതൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി അല്ല. നെക്സ്റ്റ്, ബൾക്ക് മോഡുലസ്. എന്താ ബൾക്ക് മോഡുലസ്? കംപ്രസീവ് സ്ട്രെസ് അല്ലെങ്കിൽ ഡയറക്റ്റ് സ്ട്രെസ്സിന്റെയും വോളിയമാറ്റിക് സ്ട്രെയിനിന്റെയും റേഷ്യോനെയാണ് നമ്മൾ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെസ്സിന്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. സ്ട്രെയിൻ യൂണിറ്റ്ലെസ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ബൾക്ക് മോഡുലസിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇനി നെക്സ്റ്റ് ഇലാസ്റ്റിക് മോഡുലസുകൾ നോക്കാം. അതിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി അല്ലെങ്കിൽ ഷിയർ മോഡുലസ്. എന്താ ഷിയർ മോഡുലസ്? ഷിയർ സ്ട്രെസ്സിന്റെയും ഷിയർ സ്ട്രെയിന്റെയും റേഷ്യോ ആണ് ഷിയർ മോഡുലസ് എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് അപ്പോൾ എന്തായിരിക്കും? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഇലാസ്റ്റിക് മോഡുലസ് ആണ്
യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ് എന്ന് വെച്ചാൽ എന്താണ്? റേഷ്യോ ഓഫ് ടെൻസൈൽ സ്ട്രെസ് ടു ടെൻസൈൽ സ്ട്രെയിൻ. ടെൻസൈൽ സ്ട്രെസിന്റെയും ടെൻസൈൽ സ്ട്രെയിനിന്റെയും റേഷ്യോ, അവിടെയും യൂണിറ്റ് എന്തായിരിക്കും? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. സ്ട്രെസിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല. അപ്പോൾ ഇലാസ്റ്റിക് മോഡുലസിന്റെ എല്ലാത്തിന്റെയും യൂണിറ്റ് എന്തായിരിക്കും? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി നെക്സ്റ്റ് നമുക്ക് തന്ന ഓപ്ഷൻ എന്താ? പോയ്സൺസ് റേഷ്യോ. പോയ്സൺസ് റേഷ്യോ എന്ന് വെച്ചാൽ എന്തായിരുന്നു? റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിന്റെയും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിന്റെയും റേഷ്യോ ആണ് പോയ്സൺസ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം സ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്? യൂണിറ്റ്ലെസ് ആണ്. അപ്പോൾ ലാറ്ററൽ സ്ട്രെയിനും യൂണിറ്റ്ലെസ് ആണ്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനും യൂണിറ്റ്ലെസ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? പോയ്സൺസ് റേഷ്യോ ആണ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി, പോയ്സൺസ് റേഷ്യോ. ഇനി പോയ്സൺ റേഷ്യോ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോയ്സൺ റേഷ്യോ എന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഒന്ന്, എന്താണ് പോയ്സൺ റേഷ്യോ എന്ന് വരാം. ലാറ്ററൽ സ്ട്രെയിന്റെയും ലീനിയർ സ്ട്രെയിന്റെയും റേഷ്യോനെയാണ് നമ്മൾ പോയ്സൺ റേഷ്യോ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിഫറെന്റ് മെറ്റീരിയൽസിന്റെ പോയ്സൺ റേഷ്യോയുടെ വാല്യൂ വരാം. അതുപോലെ പോയ്സൺ റേഷ്യോയുടെ കോമൺ റേഞ്ച് എത്രയാണ് എന്ന് ക്വസ്റ്റ്യനിൽ വരാം. അപ്പൊ എന്താ പോയ്സൺ റേഷ്യോ എന്ന് വെച്ചാൽ, നമ്മൾ ഒരു മെറ്റീരിയലിൽ ഇതുപോലെ ആക്സിയൽ ആയിട്ട് രണ്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ലെങ്ത്തിൽ എന്ത് സംഭവിക്കും? ലെങ്ത് ചേഞ്ച് ചെയ്യും. ഈ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് എന്ത്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ലെങ്ത്തിൽ ചേഞ്ച് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ലാറ്ററൽ ഡയമെൻഷനിൽ എന്ത് സംഭവിക്കും? ചേഞ്ച് സംഭവിക്കും. ഇങ്ങനെ ലാറ്ററൽ ഡയമെൻഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് ബൈ അതിന്റെ ഒറിജിനൽ ലാറ്ററൽ ഡയമെൻഷൻ ആണ് ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അതായത് ചേഞ്ച് ഇൻ വിഡ്ത്ത് ബൈ ഒറിജിനൽ വിഡ്ത്ത്. ഈ ഒരു ലാറ്ററൽ സ്ട്രെയിന്റെയും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിന്റെയും റേഷ്യോനെയാണ് നമ്മൾ പോയ്സൺ റേഷ്യോ എന്ന് പറയുന്നത്. പോയ്സൺ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു നെഗറ്റീവ് സൈനൂടെ അതിന്റെ കൂടെ ഇപ്പം ഉണ്ടാവും. നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന്റെ ലാറ്ററൽ ഡയമെൻഷൻ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ലെങ്ത് ഡിക്രീസ് ചെയ്യുമ്പോൾ അതിന്റെ ലാറ്ററൽ ഡയമെൻഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇതാണ് നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി പോയ്സൺ റേഷ്യോയുടെ കോമൺ റേഞ്ച്, തിയററ്റിക്കൽ റേഞ്ച് എന്ന് പറയുന്നത് -1 to 0.5 വരെയാണ്. പക്ഷേ കോമൺ മെറ്റീരിയലിന്റെ പോയ്സൺ റേഷ്യോയുടെ റേഞ്ച് 0 to 0.5 വരെയാണ്. ഇതാണ് നമ്മുടെ എക്സാമിന് എപ്പോഴും ഓപ്ഷനിൽ കാണാറുള്ളത്, 0 to 0.5. ഇനി ഇമ്പോർട്ടന്റ് മെറ്റീരിയൽസിന്റെ പോയ്സൺ റേഷ്യോയുടെ വാല്യൂ, അതിൽ ഫസ്റ്റ് വൺ കോർക്ക്. കോർക്കിന്റെ പോയ്സൺ റേഷ്യോയുടെ വാല്യൂ എപ്പോഴും ഓർത്ത് വെക്കണം, 0 ആണ് കോർക്കിന്റെ പോയ്സൺ റേഷ്യോയുടെ വാല്യൂ. അതുപോലെ മാക്സിമം പോയ്സൺ റേഷ്യോയുടെ വാല്യൂ വരുന്നത് റബ്ബറിനാണ്, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.5 ആണ്. ഇനി കോൺക്രീറ്റിന്റെ പോയ്സൺ റേഷ്യോയുടെ വാല്യൂ 0.08 to 0.18 വരെയാണ്. കോൺക്രീറ്റിന്റെ പോയ്സൺ റേഷ്യോയുടെ റേഞ്ച് എന്ന് പറയുന്നത് 0.08 to 0.18. ചിലപ്പോൾ ഓപ്ഷനിൽ 0.1 എന്നൊക്കെയാണ് കാണാറ്. ഇനി സ്റ്റീലിന്റെ പോയ്സൺ റേഷ്യോയുടെ വാല്യൂ 0.25 to 0.33 വരെയാണ്, 0.25 to 0.33. കാസ്റ്റ് അയണിന്റെ പോയ്സൺ റേഷ്യോയുടെ വാല്യൂ 0.23 to 0.27 വരെയാണ്, 0.23 to 0.27 വരെയാണ് കാസ്റ്റ് അയണിന്റെ പോയ്സൺ റേഷ്യോയുടെ വാല്യൂ. ഇത്രയും കാര്യങ്ങൾ പോയ്സൺ റേഷ്യോയുടെ കേസിൽ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെർസെന്റേജ് ഇലോങ്ങേഷൻ ഡ്യൂറിംഗ് ടെൻസൈൽ ടെസ്റ്റ് ഈസ് ഇൻഡിക്കേറ്റീവ് ഓഫ്. ഓപ്ഷൻ ക്രീപ്പ്, മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, ഇലാസ്റ്റിസിറ്റി ഇൻ ദ മെറ്റീരിയൽ. ടെൻസൈൽ ടെസ്റ്റിൽ ഒരു മെറ്റീരിയൽ ഇലോങ്ങേറ്റ് ചെയ്യുന്നത് അതിന്റെ ഏത് പ്രോപ്പർട്ടിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റത്തെ ഓപ്ഷൻ എന്താ? ക്രീപ്പ്. ക്രീപ്പ് എന്തായിരുന്നു? ഒരു മെറ്റീരിയലിൽ ലോങ് ഡ്യൂറേഷനിൽ മെക്കാനിക്കൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ ആ മെറ്റീരിയൽ ഡീഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രീപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മാലിയബിലിറ്റി. മാലിയബിലിറ്റി എന്തായിരുന്നു? ഒരു മെറ്റീരിയലിനെ അടിച്ചു പരത്തി പ്ലേറ്റ് ഫോമിലേക്ക് മാറ്റാൻ പറ്റുന്ന എബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിന്റെ മാലിയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഡക്റ്റിലിറ്റി എന്താ? ഒരു മെറ്റീരിയലിനെ വയർ ഫോമിലേക്ക് ഇലോങ്ങേറ്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് അതിന്റെ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ സി, ഡക്റ്റിലിറ്റി. നെക്സ്റ്റ്, ഇലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ എന്തായിരുന്നു? ലോഡ് റിമൂവ് ചെയ്യുമ്പോൾ ഒരു മെറ്റീരിയലിന് അതിന്റെ ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് എ ഗിവൺ ലോഡ് ദ ലെങ്ത് ഓഫ് എ വയർ ഈസ് സ്റ്റേറ്റഡ് ടു ഇൻക്രീസ് ബൈ 1 mm. If the same force is now applied to a wire of same material but of the length and radius twice the first, the extension produced would be. Option 0.25, 0.5 mm, 2 mm, 4 mm. ഒരു
വയറിൽ ഒരു പർട്ടിക്കുലർ ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ അതിന്റെ ചേഞ്ച് ഇൻ ലെങ്ത് 1 mm ആണ്. ലെങ്ത്തും റേഡിയസും ഡബിൾ ആയിട്ടുള്ള സെയിം മെറ്റീരിയൽ വയറിൽ സെയിം ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എത്ര എക്സ്റ്റൻഷൻ ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം സ്ട്രെസ് ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ. സ്ട്രെസ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? അപ്ലൈഡ് ലോഡ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് എഴുതാം. ഇനി യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അതിൽ നിന്ന് ചേഞ്ച് ഇൻ ലെങ്ത്തിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടും? ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് ഈക്വൽ ടു PL ബൈ EA. P എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈഡ് ലോഡ്, L ലെങ്ത് ഓഫ് വയർ, E യങ്സ് മോഡുലസ്, A ഏരിയ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കേസിൽ 1 mm ഈസ് ഈക്വൽ ടു PL ബൈ A എന്ന് എഴുതാം. ഇനി സെക്കൻഡ് കേസ് എന്താ പറയുന്നത്? അതിന്റെ മെറ്റീരിയൽ സെയിം ആണ്. അപ്പോൾ യങ്സ് മോഡുലസ് എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. ലെങ്ത് ട്വൈസ് ആണ്, റേഡിയസ് ട്വൈസ് ആണ്. ലെങ്ത് ഡബിൾ ആയി, അപ്പോൾ റേഡിയസ് ട്വൈസ് ആകുമ്പോൾ ഏരിയ എത്രയാവും? ഏരിയ πr² വരുമ്പോൾ എന്താവും? 4 ടൈംസ് ആവും. ഏരിയ 4 ടൈംസ് ആവും. അപ്പോൾ സെക്കൻഡ് കേസിൽ നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് എങ്ങനെ എഴുതാം? P ഇൻറ്റു 12 ബൈ E ഇൻറ്റു 4A എന്ന് എഴുതാം. ലെങ്ത് ട്വൈസ് ആയി, ഏരിയ എന്തായി? 4 ടൈംസ് ആയി. അപ്പോൾ നമുക്ക് ഫൈനലി എങ്ങനെ എഴുതാം? PL ബൈ 2EA എന്ന് എഴുതാം. അതായത് PL ബൈ EA എന്തായിരുന്നു? 1 mm ആണ്. 1 ബൈ 2 എന്ന് എഴുതാം. ആൻസർ 0.5 mm എന്ന് കിട്ടും. അപ്പോൾ ന്യൂ ചേഞ്ച് ഇൻ ലെങ്ത് എത്രയാണ്? അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ എത്രയാണ്? 0.5 mm. കൺസിഡർ എ ബാർ ഓഫ് ലെങ്ത് L and tapering uniformly from diameter D1 to D2 and subjected to an axial load W. The extension of the bar will be. ഒരു യൂണിഫോം ടാപ്പറിംഗ് റോഡ്, അതിന്റെ ഒരു ഡയമീറ്റർ D1 ഒരു ഡയമീറ്റർ D2 ആണ്, ലെങ്ത് L ആണ്, അതിന്റെ ആക്സിയൽ ആയിട്ട് W ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിലുണ്ടാകുന്ന എക്സ്റ്റൻഷൻ. ടേപ്പേർഡ് ബാറിന്റെ കേസിൽ എക്സ്റ്റൻഷന്റെ ഫോർമുല നമ്മൾ പഠിച്ചു വെക്കുക. D1 D2 ഡയമീറ്ററും P ആക്സിയൽ ലോഡും L ലെങ്ത്തും ഉള്ള ഒരു ടേപ്പേർഡ് ബാറിന്റെ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് 4PL ബൈ πE D1 D2 ആയിരിക്കും. P അപ്ലൈഡ് ലോഡ്, L ലെങ്ത് ഓഫ് ബാർ, E യങ്സ് മോഡുലസ്, D1 D2 അതിന്റെ 2 ഡയമീറ്റേഴ്സ്. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് എന്താണ്? 4PL ബൈ πE D1 D2. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ 4WL ബൈ π D1 D2E. Next question, Poisson ratio is used in options 1-dimensional body, 2-dimensional body, 3-dimensional body, both 2 and 3-dimensional body. അപ്പോൾ എന്തായിരുന്നു പോയിസൺ റേഷ്യോ? റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അപ്പോൾ അത് 1-dimensional ബോഡിയുടെ കേസിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി, ബോത്ത് 2 and 3-dimensional body. Poisson ratio is used in both 2 and 3-dimensional body. Next question, Hooke's law hold good up to yield point, limit of proportionality, breaking point, elastic limit. Hooke's law ഏത് ലിമിറ്റ് വരെയാണ് ഒബേ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ ഹൂക്സ് ലോ? ഹൂക്സ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് വിത്തിൻ പ്രൊപ്പോർഷണൽ ലിമിറ്റ് ഇൻഡ്യൂസ്ഡ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതായത് നമ്മൾ ഒരു മെറ്റീരിയൽ ടെൻസൈൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലോഡ് ചെയ്യുമ്പോൾ ആ മെറ്റീരിയലിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വരെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരിക്കും. ഈ ഒരു പർട്ടിക്കുലർ ലിമിറ്റിനെയാണ് നമ്മൾ ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയുന്നത്. അതായത് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ, ദാറ്റ് ഈസ് സിഗ്മ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എപ്സിലോൺ. സിഗ്മ സ്ട്രെസ്സും എപ്സിലോൺ എന്താണ്? സ്ട്രെയിനും. ഈ പ്രൊപ്പോർഷണാലിറ്റി നമുക്കൊരു കോൺസ്റ്റന്റ് വെച്ച് ഇക്വേറ്റ് ചെയ്യാം, ദാറ്റ് ഈസ് സിഗ്മ ഈസ് ഈക്വൽ ടു ഇ എപ്സിലോൺ. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇ ആണ് നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഇതൊരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. അതായത് മെറ്റീരിയൽ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് മാത്രമേ എന്ത് ചേഞ്ച് ചെയ്യുള്ളൂ? യങ്സ് മോഡുലസ് ചേഞ്ച് ചെയ്യുള്ളൂ. യങ്സ് മോഡുലസ് ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടി ആണെന്ന് ഓർത്ത് വെക്കുക. ഇനി ഇവിടെ യങ്സ് മോഡുലസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, യങ്സ് മോഡുലസിനെയാണ് നമ്മൾ മെഷർ ഓഫ് സ്റ്റിഫ്നെസ് ഓഫ് എ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഒരു മെറ്റീരിയലിന്റെ സ്റ്റിഫ്നെസിന്റെ മെഷർ എന്ന് പറയുന്നത് എന്താണ്? യങ്സ് മോഡുലസ്. അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ ഹൂക്സ് ലോ ഹോൾഡ്സ് ഗുഡ് അപ് ടു ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ഇനി ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റ് ഇമ്പോർട്ടന്റ് ടേംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡക്റ്റൈൽ മെറ്റീരിയലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം കൺസിഡർ ചെയ്യാം.
നമ്മൾ ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ ടെൻസൈൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഇതുപോലെയാണ് ഉണ്ടാവുക. ഇവിടെ സ്ട്രെസ് റെപ്രസെന്റ് ചെയ്യുന്നത് y ആക്സിസിലും സ്ട്രെയിൻ റെപ്രസെന്റ് ചെയ്യുന്നത് x ആക്സിസിലുമാണ്. നമ്മൾ ഈ മെറ്റീരിയൽ ലോഡ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വരെ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിരിക്കും. ഈ ലിമിറ്റിനെയാണ് നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഹൂക്സ് ലോ ഇവിടെയാണ് അപ്ലിക്കബിൾ. അപ്പോൾ അപ് ടു പ്രൊപ്പോർഷണൽ ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഇനി നമ്മൾ വീണ്ടും ലോഡ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വരെ മെറ്റീരിയൽ അതിന്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയലിന് അതിന്റെ ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യാൻ പറ്റും. ഈ ഒരു പർട്ടിക്കുലർ ലിമിറ്റിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇലാസ്റ്റിക് ലിമിറ്റ് വരെയാണ് മെറ്റീരിയലിന് അതിന്റെ ഒറിജിനൽ ഷേപ്പ് ലോഡ് റിമൂവ് ചെയ്താൽ റീഗെയിൻ ചെയ്യാൻ പറ്റും. ഈ ഒരു റീജിയനെ നമ്മൾ എന്ത് പറയും? ഇലാസ്റ്റിക് റീജിയൻ എന്ന് കൂടി പറയും. ഇനി ഇലാസ്റ്റിക് ലിമിറ്റിന് ശേഷം നമ്മൾ മെറ്റീരിയൽ ഫർദർ ലോഡ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മെറ്റീരിയലിന്റെ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ മെറ്റീരിയൽ ഈൽഡ് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത്. മെറ്റീരിയൽ ഈൽഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈൽഡ് പോയിന്റ് നമ്മൾ സാധാരണ അപ്പർ ഈൽഡ് പോയിന്റ്, ലോവർ ഈൽഡ് പോയിന്റ്, അങ്ങനെ രണ്ട് പോയിന്റുകളായിട്ട് പറയും. ഇതിൽ അപ്പർ ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത് ഈൽഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റും ലോവർ ഈൽഡ് പോയിന്റ് ഈൽഡിങ് എൻഡ് ചെയ്യുന്ന പോയിന്റും എന്നുകൂടി പറയും. അതായത് ഈ ഈൽഡിങ് റീജിയനിൽ അപ്പർ ഈൽഡ് പോയിന്റിന് ശേഷം ലോവർ ഈൽഡ് പോയിന്റ് വരെ സ്ട്രെസ്സിൽ കാര്യമായിട്ട് ചേഞ്ച് ഇല്ലാതെ തന്നെ സ്ട്രെയിനിൽ കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ലാർജ് ഡീഫോർമേഷൻ കാണാൻ പറ്റും. ഈ ലോവർ ഈൽഡ് പോയിന്റിന് ശേഷം വീണ്ടും സ്ട്രെസ് വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഈ റീജിയനെയാണ് നമ്മൾ സ്ട്രെയിൻ ഹാർഡനിങ് റീജിയൻ എന്ന് പറയുന്നത്. സ്ട്രെസ് വാല്യൂ വീണ്ടും ഇൻക്രീസ് ചെയ്യുന്ന റീജിയൻ ആണ് എന്ത്? സ്ട്രെയിൻ ഹാർഡനിങ് റീജിയൻ. ഇങ്ങനെ സ്ട്രെസ് ഇൻക്രീസ് ചെയ്ത് ഒരു മാക്സിമം ലിമിറ്റ് വരെ എത്തും. ഈ ഒരു മാക്സിമം ലിമിറ്റിനെയാണ് നമ്മൾ അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. അതായത് ഒരു മെറ്റീരിയലിന് ബിയർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ് ആണ് എന്ത്? അതിന്റെ അൾട്ടിമേറ്റ് സ്ട്രെസ്. ഇനി അൾട്ടിമേറ്റ് പോയിന്റിന് ശേഷം നമുക്ക് നമ്മുടെ സ്പെസിമെനിൽ വിസിബിൾ ആയിട്ടുള്ള ഡീഫോർമേഷൻ കാണാൻ പറ്റും. അതായത് ഇതുപോലെ നെക്കിങ് സ്റ്റാർട്ട് ചെയ്യും. അവിടെ നെക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫൈനലി ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മെറ്റീരിയൽ ബ്രേക്ക് ചെയ്യും. ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് ആണ് എന്ത്? ബ്രേക്കിംഗ് സ്ട്രെസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കണം. മെറ്റീരിയലിൽ ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നത് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് വരെയാണ്. പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് വരെ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. മെറ്റീരിയൽ അതിന്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇലാസ്റ്റിക് ലിമിറ്റ് വരെയാണ്. ഇനി മെറ്റീരിയൽ ഈൽഡ് ചെയ്യാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഡീഫോം ചെയ്യാൻ തുടങ്ങുന്നത് പോയിന്റാണ് ഈൽഡ് പോയിന്റ്. മെറ്റീരിയലിന് ബിയർ ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം സ്ട്രെസ് വാല്യൂ ആണ് എന്ത്? അൾട്ടിമേറ്റ് സ്ട്രെസ്. മെറ്റീരിയൽ ബ്രേക്ക് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ വരുന്ന മറ്റൊരു കൺഫ്യൂഷൻ, ഹൂക്സ് ലോന്റെ കേസിൽ ചില സമയത്ത് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റിന് പകരം ഓപ്ഷനിൽ ഇലാസ്റ്റിക് ലിമിറ്റ് കാണും. പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ഇല്ലാതെ ഓപ്ഷനിൽ ഇലാസ്റ്റിക് ലിമിറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇലാസ്റ്റിക് ലിമിറ്റ് ചൂസ് ചെയ്യാം. കാരണം ഈ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റും ഇലാസ്റ്റിക് ലിമിറ്റും വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റുകളാണ്. സാധാരണ ഓൾമോസ്റ്റ് എല്ലാ മെറ്റീരിയലിന്റെ കേസിലും ഇത് രണ്ട് വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ തരുന്നത്. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ആണ്. ഇനി അല്ല ഇലാസ്റ്റിക് ലിമിറ്റ് ആണ് ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇലാസ്റ്റിക് ലിമിറ്റ് ചൂസ് ചെയ്യാം. നെക്സ്റ്റ്, the percentage reduction in area in case of cast iron when it is subjected to tensile test of the order of option 0%, 10%, 20%, 25%. ഒരു കാസ്റ്റ് അയൺ മെറ്റീരിയൽ ടെൻസൈൽ ടെസ്റ്റ് നടത്തുമ്പോൾ അതിന്റെ ഏരിയയിൽ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് റിഡക്ഷൻ എത്രയായിരിക്കും? നമുക്കറിയാം കാസ്റ്റ് അയൺ ഒരു ബ്രിട്ടിൽ മെറ്റീരിയലാണ്. ബ്രിട്ടിൽ മെറ്റീരിയലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബ്രിട്ടിൽ മെറ്റീരിയലിൽ ഇലാസ്റ്റിക് ലിമിറ്റിന് ശേഷം ഒരു സഡൻ ഫെയിലിയർ ആണ് ഉണ്ടാവുക. അവിടെ നമുക്ക് ഈൽഡിങ് എന്നുള്ള ഒരു പ്രോസസ്സ് കാണാൻ പറ്റില്ല. അതായത് ബ്രിട്ടിൽ മെറ്റീരിയൽ ഡക്റ്റൈൽ മെറ്റീരിയലിനെ പോലെ ഈൽഡിങ്ങും നെക്കിങ്ങും നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ സഡൻ ഫെയിലിയർ ആണ് ഉണ്ടാവുക. അൾട്ടിമേറ്റ് സ്ട്രെസ്സും ബ്രേക്കിംഗ് സ്ട്രെസ്സും ഒക്കെ ഒരു സെയിം പോയിന്റ് ആയിരിക്കും. ടെൻസൈൽ ടെസ്റ്റിൽ ബ്രിട്ടിൽ മെറ്റീരിയൽ ഫെയിൽ ആകുന്നത് ഈ ഫിഗറിൽ കാണിച്ചതുപോലെ ആയിരിക്കും. അതിന്റെ ആക്സിസിന് നോർമലായിട്ട് ഒരു സഡൻ ഫെയിലിയർ ആണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ അവിടെ നമുക്ക് നെക്കിങ് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ഏരിയയിൽ റിഡക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഏരിയയിൽ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് റിഡക്ഷൻ എത്രയായിരിക്കും? 0% ആയിരിക്കും. കാസ്റ്റ് അയൺ മെറ്റീരിയലിൽ അല്ലെങ്കിൽ ബ്രിട്ടിൽ മെറ്റീരിയലിൽ ടെൻസൈൽ ടെസ്റ്റിൽ ഏരിയയിൽ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് റിഡക്ഷൻ എത്രയായിരിക്കും? 0%. ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when a wire is
stretched to double in length, the longitudinal strain produced in it is options 0.5, 1, 1.5, 2. ഒരു വയർ അതിന്റെ ഡബിൾ ലെങ്ത്തിലേക്ക് ഇലോങ്ങേറ്റ് ചെയ്താൽ അതിൽ ഉണ്ടാകുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ നമുക്കറിയാം. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ഡയറക്റ്റ് സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ഡയറക്റ്റ് സ്ട്രെയിൻ. ഇവിടെ ചേഞ്ച് ഇൻ ലെങ്ത് എത്രയായിരിക്കും? നമ്മുടെ ഡബിൾ ലെങ്ത്തിലേക്കാണ് വയർ ഇലോങ്ങേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് 2l മൈനസ് എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ. എൽ ആയിരിക്കും ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെയിൻ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ഈസ് ഈക്വൽ ടു എൽ ബൈ എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല, അതുകൊണ്ട് വാല്യൂ എത്രയാണ്? 1. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് അപ്ലൈ ടു എ ബോഡി ടെൻഡ് ടു ഇലോങ്ങേറ്റ് ഇറ്റ്, the stress so produced is called option internal resistance, tensile stress, transverse stress, compressive stress. ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആ ബോഡിയെ ഇലോങ്ങേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബോഡിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ് ഏതാണ്? നമുക്കറിയാം ഡയറക്റ്റ് സ്ട്രെസ് അല്ലെങ്കിൽ നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഏരിയയ്ക്ക് നോർമലായിട്ട് ആക്ട് ചെയ്യുന്ന ലോഡ് കാരണം ബോഡിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ് ആണ്. ഏരിയക്ക് നോർമലായിട്ട് ആക്ട് ചെയ്യുന്ന ലോഡ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ് ആണ് എന്ത്? ഡയറക്റ്റ് സ്ട്രെസ് അല്ലെങ്കിൽ നോർമൽ സ്ട്രെസ്. ഇത് 2 ടൈപ്പ് ഉണ്ട്, ടെൻസൈൽ സ്ട്രെസ്സും കംപ്രസീവ് സ്ട്രെസ്സും. ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത് 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പുള്ള് കാരണം ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ് ആണ്. ഒരു ബോഡിയിൽ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പുള്ള് അപ്ലൈ ചെയ്യുമ്പോഴാണ് അവിടെ ടെൻസൈൽ സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ ബോഡി എന്താ ചെയ്യുക? ഇലോങ്ങേറ്റ് ചെയ്യാണ് ചെയ്യുക. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പുള്ള് വരുമ്പോൾ ബോഡി ഇലോങ്ങേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ് എന്തായിരിക്കും? ടെൻസൈൽ സ്ട്രെസ്. ഇനി കംപ്രസീവ് സ്ട്രെസ് എന്ന് വെച്ചാൽ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പുഷ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ് ആണ് കംപ്രസീവ് സ്ട്രെസ്. അവിടെ ബോഡി ലെങ്ത് വൈസ് എന്താ ചെയ്യുക? റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. ഇങ്ങനെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പുഷ് കൊണ്ട് ഉണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കംപ്രസീവ് സ്ട്രെസ്. അപ്പൊ ഇവിടെ ബോഡി ഇലോങ്ങേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എന്തായിരിക്കും? ടെൻസൈൽ stress. Answer option B, tensile stress. Next question, modulus of rigidity is the ratio of option A, axial stress to lateral strain, option B, linear stress to longitudinal strain, option C, shear stress to shear strain, option D, hydrostatic stress to volumetric strain. നമുക്ക് ഡിഫറെന്റ് ഇലാസ്റ്റിക് മോഡുലസുകൾ നോക്കാം. ഫസ്റ്റ് വൺ യങ്സ് മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇത് ഇ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്താണ് യങ്സ് മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്? റേഷ്യോ ഓഫ് ടെൻസൈൽ സ്ട്രെസ് ടു ടെൻസൈൽ സ്ട്രെയിൻ. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ. ഇനി നെക്സ്റ്റ് വൺ ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ് എന്ന് വെച്ചാൽ എന്താണ്? റേഷ്യോ ഓഫ് കംപ്രസീവ് സ്ട്രെസ് അല്ലെങ്കിൽ ഡയറക്റ്റ് സ്ട്രെസ് ടു വോളിയമാറ്റിക് സ്ട്രെയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത്. റേഷ്യോ ഓഫ് കംപ്രസീവ് സ്ട്രെസ് ടു വോളിയമാറ്റിക് സ്ട്രെയിൻ. ബൾക്ക് മോഡുലസിനെ നമ്മൾ കെ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് മോഡുലസ് ഓഫ് റിജിഡിറ്റി അല്ലെങ്കിൽ ഷിയർ മോഡുലസ്. ഷിയർ മോഡുലസ് എന്ന് വെച്ചാൽ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ. ഷിയർ സ്ട്രെസിന്റെയും ഷിയർ സ്ട്രെയിന്റെയും റേഷ്യോ ആണ് എന്ത്? മോഡുലസ് ഓഫ് റിജിഡിറ്റി അല്ലെങ്കിൽ ഷിയർ മോഡുലസ്. ഇതിനെ നമ്മൾ സാധാരണ ജി എന്നുള്ള ലെറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യാറുണ്ട്, സി എന്നുള്ള ലെറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യാറുണ്ട്, എൻ എന്നുള്ള ലെറ്റർ വെച്ചിട്ടും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് വെച്ചാൽ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരിക്കും? മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് വെച്ചാൽ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്സ് ഇ, ജി ആൻഡ് കെ ആർ റിലേറ്റഡ് ബൈ ദ എക്സ്പ്രഷൻ. യങ്സ് മോഡുലസ്, മോഡുലസ് ഓഫ് റിജിഡിറ്റി ആൻഡ് ബൾക്ക് മോഡുലസ്, ഇത് തമ്മിലുള്ള റിലേഷൻ ആണ് ക്വസ്റ്റ്യൻ. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി, ഇ ഈസ് ഈക്വൽ ടു 9gk ബൈ 3k പ്ലസ് ജി ആണ്. ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്സിന്റെ കേസിൽ നമുക്ക് 4 റിലേഷൻസ് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ യങ്സ് മോഡുലസ് ഇ ഈസ് ഈക്വൽ ടു 9kg ബൈ 3k പ്ലസ് ജി. ഇ ഈസ് ഈക്വൽ ടു 9kg ബൈ 3k പ്ലസ് ജി. സെക്കൻഡ് വൺ ഇ ഈസ് ഈക്വൽ ടു 2g ഇൻറ്റു 1 പ്ലസ് ന്യൂ. ന്യൂ എന്ന് വെച്ചാൽ പോയ്സൺസ് റേഷ്യോ. ഇ ഈസ് ഈക്വൽ ടു 2g ഇൻറ്റു 1 പ്ലസ് ന്യൂ. തേർഡ് വൺ ഇ ഈസ് ഈക്വൽ ടു 3k ഇൻറ്റു 1 മൈനസ് 2 ന്യൂ.
E is equal to 3K into 1 minus 2 nu. Fourth one, Poisson ratio nu is equal to 3K minus 2G by 6K plus 2G. Nu is equal to 3K minus 2G by 6K plus 2G. ഈ 4 റിലേഷനും നമ്മൾ ബൈ ഹാർട്ട് പഠിക്കണം. ഈ റിലേഷൻസ് ചോദിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഇത് കാണാതെ പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a cylindrical rod of length L and diameter D is rigidly fixed at its upper end and hangs vertically. The elongation produced in rod due to its self-weight W is option WL by AE, WL by 2AE, 2AE by WL, 3WL by 2AE. ഒരു സിലിണ്ടറിക്കൽ റോഡ്, അതിന്റെ ലെങ്ത് L ആണ്, ഡയമീറ്റർ D ആണ്, അതിന്റെ അപ്പർ എൻഡ് ഫിക്സഡ് ആണ്, അത് വെർട്ടിക്കലി ഹാങ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സെൽഫ് വെയിറ്റ് W കാരണം അതിലുണ്ടാകുന്ന ഇലോങ്ങേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വെർട്ടിക്കലി ഹാങ് ചെയ്യുന്ന ഒരു പ്രിസമാറ്റിക് ബാറിന്റെ സെൽഫ് വെയിറ്റ് കാരണം ഉണ്ടാകുന്ന എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് WL by 2AE ആയിരിക്കും. ആ ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. ചേഞ്ച് ഇൻ ലെങ്ത് അല്ലെങ്കിൽ ഇലോങ്ങേഷൻ ഡ്യൂ ടു സെൽഫ് വെയിറ്റ് del is equal to WL by 2AE. ആൻസർ ഓപ്ഷൻ ബി WL by 2AE. Next question, true stress represent the ratio of options average load and average area, average load and maximum area, maximum load and maximum area, instantaneous load and instantaneous area. നമുക്ക് സ്ട്രെസ്സിനെ എഞ്ചിനീയറിംഗ് സ്ട്രെസ് എന്നും ട്രൂ സ്ട്രെസ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ എഞ്ചിനീയറിംഗ് സ്ട്രെസ് എന്ന് വെച്ചാൽ ലോഡ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്രോസ് സെക്ഷണൽ ഏരിയ അല്ലെങ്കിൽ ലോഡ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് നമ്മൾ എഞ്ചിനീയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത്. ലോഡ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്രോസ് സെക്ഷണൽ ഏരിയ, ഇതിനെ നമ്മൾ നോമിനൽ സ്ട്രെസ് എന്ന് കൂടി പറയാറുണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു ലോഡ് ബൈ ഒറിജിനൽ ക്രോസ് സെക്ഷണൽ ഏരിയ. ഇനി ട്രൂ സ്ട്രെസ്, നമ്മൾ ഒരു മെറ്റീരിയൽ ലോഡ് ചെയ്യുമ്പോൾ അത് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ട്രൂ സ്ട്രെസ് എന്ന് പറയുന്നത് ലോഡ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ക്രോസ് സെക്ഷണൽ ഏരിയ അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ലോഡ് ഡിവൈഡഡ് ബൈ ഇൻസ്റ്റന്റേനിയസ് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് നമ്മുടെ ട്രൂ സ്ട്രെസ് എന്ന് പറയുന്നത്. ഏരിയ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. ആ ഇൻസ്റ്റന്റിലുള്ള ലോഡ് ഡിവൈഡഡ് ബൈ ഇൻസ്റ്റന്റിലുള്ള ഏരിയ ആണെന്ത് ട്രൂ സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ ഡി, റേഷ്യോ ഓഫ് ഇൻസ്റ്റന്റേനിയസ് ലോഡ് ആൻഡ് ഇൻസ്റ്റന്റേനിയസ് ഏരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റീരിയൽ ഹാസ് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് പോയ്സൺസ് റേഷ്യോ? ഓപ്ഷൻസ് റബ്ബർ, കോപ്പർ, സ്റ്റീൽ, കോൺക്രീറ്റ്. നമുക്കറിയാം പോയ്സൺ റേഷ്യോ ഏറ്റവും കൂടുതലുള്ളത് റബ്ബറിനാണ്. അതിന്റെ വാല്യൂ 0.5 ആണ്. കോർക്കിന്റെ പോയ്സൺ റേഷ്യോ 0 ആണ്. കോൺക്രീറ്റിന്റെ പോയ്സൺ റേഷ്യോ 0.08 to 0.18 വരെയാണ്. സ്റ്റീലിന്റെ പോയ്സൺ റേഷ്യോ 0.25 to 0.33 വരെയാണ്. കാസ്റ്റ് ചെയ്യേണ്ടത് 0.23 to 0.27 വരെയാണ്. ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡീഫോർമേഷൻ പെർ യൂണിറ്റ് ലെങ്ത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഈസ് നോൺ ആസ്. ഓപ്ഷൻസ് ലീനിയർ സ്ട്രെസ്, ഷിയർ സ്ട്രെസ്, ലീനിയർ സ്ട്രെയിൻ, ലാറ്ററൽ സ്ട്രെയിൻ. ഫോഴ്സിന്റെ സെയിം ഡയറക്ഷനിലുള്ള ചേഞ്ച് ഇൻ ലെങ്ത് ബൈ യൂണിറ്റ് ലെങ്തിനെ നമ്മൾ പറയുന്ന പേരാണ് ലീനിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ആൻസർ ഓപ്ഷൻ സി, ലീനിയർ സ്ട്രെയിൻ. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് എന്ത് ലീനിയർ സ്ട്രെയിൻ. ഇനി അപ്ലൈഡ് ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഡീഫോർമേഷൻ ഉണ്ടാകുന്നതെങ്കിലോ നമുക്ക് അതിനെന്ത് പറയാം? ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ടെൻസൈൽ ടെസ്റ്റ് ഓഫ് എ സ്പെസിമെൻ ദ റേഷ്യോ ഓഫ് maximum load to the original cross sectional area of the test piece is called. Option ultimate stress, C stress, breaking stress, yield stress. നമുക്കറിയാം ഒരു മെറ്റീരിയലിന് ബിയർ ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം ലോഡിനെയാണ് നമ്മൾ അൾട്ടിമേറ്റ് ലോഡ് എന്ന് പറയുന്നത്. ഈ അൾട്ടിമേറ്റ് ലോഡ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് നമ്മൾ അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ, അൾട്ടിമേറ്റ് സ്ട്രെസ്. ഇനി എന്താ ബ്രേക്കിംഗ് സ്ട്രെസ്? മെറ്റീരിയൽ ഫൈനലി ബ്രേക്ക് ചെയ്യുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് ആണ് ബ്രേക്കിംഗ് സ്ട്രെസ്. മെറ്റീരിയൽ ഈൽഡ് ചെയ്യുന്ന ഈൽഡ് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് ആണ് എന്ത് ഈൽഡ് സ്ട്രെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്റ്റീൽ ബാർ ഈസ് ഫിക്സഡ് അറ്റ് ബോത്ത് എൻഡ്സ്. ഇഫ് ദ ബാർ ഈസ് ഹീറ്റഡ് ഇറ്റ് വിൽ ഡെവലപ്പ്. ഓപ്ഷൻസ് കംപ്രസീവ് സ്ട്രെസ്, ടെൻസൈൽ സ്ട്രെസ്, ബെൻഡിങ് സ്ട്രെസ്, നൺ ഓഫ് ദ എബോവ്.
രണ്ടെൻഡ് ഫിക്സഡ് ആയിട്ടുള്ള ഒരു സ്റ്റീൽ ബാർ ഹീറ്റ് ചെയ്യുമ്പോൾ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്ട്രെസ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഹീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ തെർമൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ് ആണ് തെർമൽ സ്ട്രെസ്. ടെമ്പറേച്ചർ ചേഞ്ച് കാരണം ഉണ്ടാകുന്ന സ്ട്രെയിൻ ആണ് തെർമൽ സ്ട്രെയിൻ. ഇനി നമ്മൾ ഒരു മെറ്റീരിയലിനെ ഹീറ്റ് ചെയ്യുമ്പോൾ നോർമലി ആ മെറ്റീരിയൽ എക്സ്പാൻഡ് ചെയ്യും. ഇങ്ങനെ ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന തെർമൽ സ്ട്രെസ് 0 ആയിരിക്കും. ഒരു മെറ്റീരിയലിൽ ഹീറ്റ് ചെയ്യുമ്പോൾ അതിന് ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന തെർമൽ സ്ട്രെസ് എത്രയായിരിക്കും? 0 ആയിരിക്കുമെന്ന് ഓർത്തു വെക്കണം. ഇനി എപ്പോഴാണ് അവിടെ തെർമൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുക? ആ മെറ്റീരിയലിന്റെ എൻഡ് സപ്പോർട്ട്സിൽ റെസ്ട്രിക്റ്റഡ് ആണെങ്കിലാണ് അവിടെ തെർമൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുക. മെറ്റീരിയൽസിന്റെ എൻഡിൽ മൂവ്മെന്റ് റെസ്ട്രിക്റ്റഡ് ആണെങ്കിലാണ് അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യുക? തെർമൽ സ്ട്രെസ്. ഇനി അങ്ങനെയാണെങ്കിൽ ഒരു മെറ്റീരിയൽ ഹീറ്റ് ചെയ്യുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യും അല്ലെ. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ സപ്പോർട്ട് അതിനെ റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ മെറ്റീരിയലിൽ ഡെവലപ്പ് ചെയ്യുന്ന എന്തായിരിക്കും? ഒരു കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും. ഒരു മെറ്റീരിയലിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും എന്ന് ഓർത്തു വെക്കുക. ആൻസർ ഓപ്ഷൻ എ, കംപ്രസീവ് സ്ട്രെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the value of Poisson's ratio is always less than 1, 0.2, 0.4, 0.5. നമുക്കറിയാം പോയിസൺസ് റേഷ്യോയുടെ കോമൺ മെറ്റീരിയൽസിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 0.5 വരെയാണ്. മാക്സിമം വാല്യൂ എപ്പോഴും 0.5 ആയിരിക്കും. അപ്പോൾ പോയിസൺസ് റേഷ്യോയുടെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ 0.5 ആയിരിക്കും. ആൻസർ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ട്രെസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെവലപ്ഡ് ഇൻ എ ബാർ ഡിപ്പെൻഡ്സ് അപ്പോൺ ഓപ്ഷൻസ് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ, തെർമൽ കണ്ടക്ടിവിറ്റി, ഡെൻസിറ്റി, പോയിസൺസ് റേഷ്യോ. തെർമൽ സ്ട്രെസ് ഈ തന്നതിൽ ഏത് പ്രോപ്പർട്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം തെർമൽ സ്ട്രെസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ചേഞ്ച് കാരണം ഒരു മെറ്റീരിയലിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ തെർമൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ചേഞ്ച് കാരണം ഉണ്ടാകുന്ന സ്ട്രെയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തെർമൽ സ്ട്രെയിൻ. തെർമൽ സ്ട്രെയിനിന്റെ ഇക്വേഷൻ എപ്സിലോൺ ഈസ് ഈക്വൽ ടു ആൽഫ ഡെൽറ്റ ടി എന്നാണ്. ആൽഫ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ, ഡെൽറ്റ ടി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അതുപോലെ തെർമൽ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ സിഗ്മ ഈസ് ഈക്വൽ ടു ഇ ആൽഫ ഡെൽറ്റ ടി. ഇ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ആൽഫ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ, ഡെൽറ്റ ടി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ തെർമൽ സ്ട്രെസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിനെയും കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷനെയാണ്. ഈ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ് എന്ന് ഓർത്ത് വെക്കണം. കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. അതായത് മെറ്റീരിയൽ ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷനും ചേഞ്ച് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ തെർമൽ സ്ട്രെസ് ഡിപ്പെൻഡ്സ് അപ്പോൺ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. അതാണ് ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എ മെറ്റീരിയൽ വിത്ത് പോയിസൺസ് റേഷ്യോ 0.25 the ratio of modulus of rigidity to modulus of elasticity will be options 0.4, 1.2, 2, 3.6. ഇവിടെയാണ് നമ്മൾ നേരത്തെ പഠിച്ച ഈ ഇലാസ്റ്റിക് മോഡുലസുകൾ തമ്മിലുള്ള റിലേഷൻസ് ആവശ്യം വരുന്നത്. നമ്മൾ നേരത്തെ ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്. യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇ ഈസ് ഈക്വൽ ടു 2g into 1 plus ന്യൂ. ജി മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണ്, ന്യൂ പോയിസൺസ് റേഷ്യോ ആണ്. നമുക്ക് പോയിസൺസ് റേഷ്യോ തന്നിട്ടുണ്ട് 0.25. കണ്ടുപിടിക്കാൻ പറഞ്ഞ റേഷ്യോ മോഡുലസ് ഓഫ് റിജിഡിറ്റിയുടെയും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ റേഷ്യോ ആണ്. അതായത് ജി ബൈ ഇ. ഈ ഇക്വേഷനിലെ നമുക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ ജി ബൈ ഇ ഈസ് ഈക്വൽ ടു 1/2 into 1 plus ന്യൂ എന്ന് എഴുതാം. ഇതിൽ ന്യൂയുടെ വാല്യൂ നമ്മൾ 0.25 കൊടുത്താൽ നമുക്ക് ഫൈനൽ ആൻസർ എത്ര കിട്ടും? 0.4. ജി ബൈ ഇ ഈസ് ഈക്വൽ ടു 0.4. ഇലാസ്റ്റിക് മോഡുലസുകൾ തമ്മിലുള്ള റിലേഷൻസ് യൂസ് ചെയ്തിട്ട് ഇതുപോലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു റിലേഷൻസ് 4 എണ്ണവും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് അപ്ലൈ ടു എ ബോഡി ടെൻസ് ടു ഇലോങ്ങേറ്റ് ഇറ്റ്, then the stress produced is options tensile stress, bending stress, compressive stress, shear stress. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പുൾ ആണ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നെങ്കിൽ അവിടെ എന്തായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക? ടെൻസൈൽ സ്ട്രെസ്. ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോയിസൺസ് റേഷ്യോ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഓപ്ഷൻസ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ടു ലാറ്ററൽ സ്ട്രെയിൻ, lateral strain to longitudinal strain,
ആക്സിയൽ സ്ട്രെസ് ടു ആക്സിയൽ സ്ട്രെയിൻ. നമ്മൾ പോയ്സൺസ് റേഷ്യോ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡയമീറ്റർ ഓഫ് കോർ ഓഫ് എ സർക്കുലർ സെക്ഷൻ ഈസ് ഗിവൺ ആസ്. ഓപ്ഷൻ d/√π, d/2, d/3, d/4. അപ്പൊ എന്താണ് കോർ ഓഫ് എ സെക്ഷൻ? ഈ ഒരു കോളം കൺസിഡർ ചെയ്യാം. ഈ കോളത്തിന്റെ ക്രോസ് സെക്ഷന്റെ എക്സാക്ട് സെന്ററിലൂടെ നമ്മൾ ഒരു ലോഡ് അപ്ലൈ ചെയ്താൽ അവിടെ കംപ്രസീവ് സ്ട്രെസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ എക്സെൻട്രിക് ആയിട്ടാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയുടെ ഉള്ളിൽ നമ്മൾ ആ ലോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ കംപ്രസീവ് സ്ട്രെസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ടെൻസൈൽ സ്ട്രെസ് ഉണ്ടാവില്ല. ആ പെർട്ടിക്കുലർ ഏരിയയ്ക്കും ബിയോണ്ട് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ലോഡ് അപ്ലൈ ചെയ്യുന്ന ആ ഒരു സൈഡിൽ കംപ്രസീവ് സ്ട്രെസ്സും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ടെൻസൈൽ സ്ട്രെസ്സും ഉണ്ടാവും. ഇങ്ങനെ ടെൻസൈൽ സ്ട്രെസ് ഉണ്ടാവാതെ നമുക്ക് ലോഡ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു പെർട്ടിക്കുലർ ഏരിയയാണ് നമ്മൾ കോർ ഓഫ് സെക്ഷൻ എന്ന് പറയുന്നത്. ടെൻസൈൽ സ്ട്രെസ് ഉണ്ടാവാതെ എക്സെൻട്രിക് ആയിട്ട് നമുക്ക് ലോഡ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു പെർട്ടിക്കുലർ ഏരിയയാണ് കോർ ഓഫ് എ സെക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് കേസ് അറിഞ്ഞിരിക്കണം, കോർ ഓഫ് എ റെക്ടാങ്കുലർ സെക്ഷനും കോർ ഓഫ് എ സർക്കുലർ സെക്ഷനും. ബി ആൻഡ് ഡി സൈഡ് ലെങ്ത് ഉള്ള ഒരു റെക്ടാങ്കുലർ സെക്ഷന്റെ കോർ എന്ന് പറയുന്നത് b/3 ആൻഡ് d/3 ഡയഗണൽ ലെങ്ത് ഉള്ള ഒരു റോംബസ് ആയിരിക്കണം. ഓർത്ത് വെക്കണം, ബി ആൻഡ് ഡി സൈഡ് ലെങ്ത്തുകളുള്ള ഒരു റെക്ടാങ്കുലർ സെക്ഷന്റെ കോർ ഓഫ് എ സെക്ഷൻ എന്ന് പറയുന്നത് b/3യും d/3യും ഡയഗണൽ ലെങ്ത് ഉള്ള ഒരു റോംബസ് ആയിരിക്കും. അതുപോലെ ഒരു സർക്കുലർ സെക്ഷന്റെ കോർ എന്ന് പറയുന്നത് ഡി ഡയമീറ്റർ ഉള്ള ഒരു സർക്കുലർ സെക്ഷന്റെ കോറിന്റെ ഡയമീറ്റർ d/4 ആയിരിക്കും. ഡി ഡയമീറ്റർ ഉള്ള ഒരു സർക്കുലർ സെക്ഷന്റെ കോർ എന്ന് പറയുന്നത് d/4 ഡയമീറ്റർ ഉള്ള ഒരു സർക്കിൾ ആയിരിക്കും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ഡയമീറ്റർ ഓഫ് എ കോർ ഓഫ് എ സർക്കുലർ സെക്ഷൻ ഈസ് ഈക്വൽ ടു d/4. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ കോമ്പോസിറ്റ് ബാർ ദ റിസൾട്ടന്റ് സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് വിൽ ബി. ഓപ്ഷൻ എ സെയിം ആസ് ദ സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ഈച്ച് ബാർ. ഓപ്ഷൻ ബി സം ഓഫ് ദ സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇൻഡിവിജ്വൽ ബാർ. ഓപ്ഷൻ സി സെയിം ആസ് ദ സ്ട്രെസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഈച്ച് ബാർ. ഓപ്ഷൻ ഡി ഡിഫറൻസ് ഓഫ് ദ സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇൻഡിവിജ്വൽ ബാർസ്. കോമ്പോസിറ്റ് ബാറിന്റെ കേസിൽ റിസൾട്ടന്റ് സ്ട്രെയിൻ എങ്ങനെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് കോമ്പോസിറ്റ് ബാർ? കോമ്പോസിറ്റ് ബാർ എന്ന് വെച്ചാൽ രണ്ടോ അതിലധികമോ മെറ്റീരിയൽ ജോയിൻ ചെയ്ത് ഒരു സിംഗിൾ യൂണിറ്റ് പോലെ ആക്ട് ചെയ്യുന്ന ബാറിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് ബാർ എന്ന് പറയുന്നത്. കോമ്പോസിറ്റ് ബാറിന്റെ കേസിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതും കോൺട്രാക്ട് ചെയ്യുന്നതും ഒരു സിംഗിൾ യൂണിറ്റ് പോലെ ആയിരിക്കും. അതായത് കോമ്പോസിറ്റ് ബാറിലെ എല്ലാ മെറ്റീരിയലിന്റെയും എക്സ്പാൻഷനും കോൺട്രാക്ഷനും സെയിം എമൗണ്ട് ആയിരിക്കും. അതൊരു സിംഗിൾ യൂണിറ്റ് പോലെയാണ് എക്സ്റ്റെൻഡും ചെയ്യുക കോൺട്രാക്റ്റും ചെയ്യുക എന്ന് ഓർത്ത് വെക്കണം. ഇനി കോമ്പോസിറ്റ് ബാറിന്റെ കേസിൽ നമ്മൾ രണ്ട് പോയിന്റ്സ് ഓർത്ത് വെക്കണം. സ്ട്രെയിൻ ഇൻ ഓൾ മെറ്റീരിയൽ ഈസ് സെയിം. അതായത് കോമ്പോസിറ്റ് ബാറിലെ എല്ലാ മെറ്റീരിയൽസിലും ഉണ്ടാകുന്ന സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം എമൗണ്ട് ആയിരിക്കും. ഇലോങ്ങേഷനും കോൺട്രാക്ഷനും സെയിം എമൗണ്ട് ആയതുകൊണ്ട് അതിലുണ്ടാകുന്ന സ്ട്രെയിൻ എന്തായിരിക്കും? സെയിം എമൗണ്ട് ആയിരിക്കും. സെക്കൻഡ് പോയിന്റ്, ടോട്ടൽ ലോഡ് ഓൺ ദ കോമ്പോസിറ്റ് ബാർ ഈസ് സം ഓഫ് ലോഡ്സ് ഓൺ ഈച്ച് ബാർ. ഒരു കോമ്പോസിറ്റ് ബാറിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് ഓരോ ബാറിലും ആക്ട് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ലോഡ്സിന്റെ സം ആയിരിക്കും. അതായത് ഇവിടെ ഈ 1, 2 എന്ന രണ്ട് മെറ്റീരിയൽ ചേർന്നിട്ടുള്ള ഒരു കോമ്പോസിറ്റ് ബാറാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ 1ൽ ഉണ്ടാകുന്ന സ്ട്രെയിനും 2ൽ ഉണ്ടാകുന്ന സ്ട്രെയിനും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡ് പി എന്ന് പറയുന്നത് 1ൽ ആക്ട് ചെയ്യുന്ന ലോഡിന്റെയും 2ൽ ആക്ട് ചെയ്യുന്ന ലോഡിന്റെയും സമ്മിന് ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് പോയിന്റും കോമ്പോസിറ്റ് ബാറിന്റെ കേസിൽ ഓർത്ത് വെക്കണം. അപ്പൊ ഇവിടെ ആൻസർ എന്താ? റിസൾട്ടന്റ് സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് വിൽ ബി സെയിം ആസ് ദ സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ഈച്ച് ബാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വോളിയമാറ്റിക് സ്ട്രെയിൻ ഓഫ് എ റെക്ടാങ്കുലർ ബോഡി സബ്ജക്റ്റഡ് ടു an axial force in terms of linear strain E and Poisson ratio mu is equal to. Option A E into 1 plus mu. Option B E into 1 minus 2 mu. Option C E into 1 minus 3 mu. Option D E into 1 minus mu. ഒരു റെക്ടാങ്കുലർ ബോഡിയിൽ ആക്സിയൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അതിന്റെ വോളിയമാറ്റിക് സ്ട്രെയിനും ലീനിയർ സ്ട്രെയിനും തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം വോളിയമാറ്റിക് സ്ട്രെയിൻ അല്ലെങ്കിൽ ബൾക്ക് സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. ഒരു റെക്ടാങ്കുലർ ബോഡി കൺസിഡർ ചെയ്യുക. അതിൽ ആക്സിയൽ ആയിട്ട് പി എന്നുള്ള ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ലെങ്ത് L ആണ്, ബ്രെഡ്ത്ത് B ആണ്, തിക്നെസ് T ആണ്.
നമുക്കറിയാം അപ്ലൈഡ് ലോഡിന്റെ സെയിം ഡയറക്ഷനിൽ ഉണ്ടാകുന്ന സ്ട്രെയിനെയാണ് നമ്മൾ ലീനിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്ലൈഡ് ലോഡിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന സ്ട്രെയിനെയാണ് നമ്മൾ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വോളിയമാറ്റിക് സ്ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, അതായത് ലീനിയർ സ്ട്രെയിൻ പ്ലസ് ചേഞ്ച് ഇൻ തിക്നെസ് ബൈ ഒറിജിനൽ തിക്നെസ്, ദാറ്റ് ഈസ് ലാറ്ററൽ സ്ട്രെയിൻ പ്ലസ് ചേഞ്ച് ഇൻ ബ്രെഡ്ത്ത് ബൈ ഒറിജിനൽ ബ്രെഡ്ത്ത് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ വോളിയമാറ്റിക് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ലീനിയർ സ്ട്രെയിൻ പ്ലസ് ലാറ്ററൽ സ്ട്രെയിൻ പ്ലസ് ലാറ്ററൽ സ്ട്രെയിൻ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? വോളിയമാറ്റിക് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ലീനിയർ സ്ട്രെയിൻ പ്ലസ് 2 ഇൻറ്റു ലാറ്ററൽ സ്ട്രെയിൻ. ഇനി നമുക്കറിയാം പോയ്സൺസ് റേഷ്യോ ഈസ് ഈക്വൽ ടു ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലീനിയർ സ്ട്രെയിൻ. അപ്പോൾ നമുക്ക് ലാറ്ററൽ സ്ട്രെയിൻ എങ്ങനെ എഴുതാം? പോയ്സൺസ് റേഷ്യോ ഇൻറ്റു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ അല്ലെങ്കിൽ പോയ്സൺ റേഷ്യോ ഇൻറ്റു ലീനിയർ സ്ട്രെയിൻ എന്ന് എഴുതാം. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വോളിയമാറ്റിക് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ലീനിയർ സ്ട്രെയിൻ പ്ലസ് 2 ഇൻറ്റു ലാറ്ററൽ സ്ട്രെയിൻ. അപ്പോൾ ഇതിൽ വോളിയമാറ്റിക് സ്ട്രെയിൻ നമുക്ക് എങ്ങനെ എഴുതാം? ലീനിയർ സ്ട്രെയിൻ പ്ലസ് 2 ഇൻറ്റു മൈനസ് പോയ്സൺ റേഷ്യോ ഇൻറ്റു ലീനിയർ സ്ട്രെയിൻ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വോളിയമാറ്റിക് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ലീനിയർ സ്ട്രെയിൻ മൈനസ് 2 ഇൻറ്റു പോയ്സൺ റേഷ്യോ ഇൻറ്റു ലീനിയർ സ്ട്രെയിൻ. ഇതിനെ നമ്മൾ റീറൈറ്റ് ചെയ്ത് എങ്ങനെ കിട്ടും? വോളിയമാറ്റിക് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ലീനിയർ സ്ട്രെയിൻ ഇൻറ്റു 1 മൈനസ് 2 ന്യൂ എന്ന് കിട്ടും. അതായത് വോളിയമാറ്റിക് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ലീനിയർ സ്ട്രെയിൻ ഇൻറ്റു 1 മൈനസ് 2 ഇൻറ്റു പോയ്സൺസ് റേഷ്യോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ലീനിയർ സ്ട്രെയിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ഇ എന്നുള്ള ലെറ്ററും പോയ്സൺ റേഷ്യോനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മ്യൂ എന്നുള്ള ലെറ്ററുമാണ്. അപ്പോൾ വോളിയമാറ്റിക് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു 1 മൈനസ് 2 മ്യൂ. ആൻസർ ഓപ്ഷൻ ബി. Next question, the bending moment diagram for a simply supported beam with a load at midspan is a option parabola, hyperbola, rectangle, triangle. സെന്ററിൽ ഒരു പോയിന്റ് ലോഡുള്ള സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ്. സെന്ററിൽ പോയിന്റ് ലോഡുള്ള സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രവും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രവും ഈ കാണിച്ചതുപോലെ ആയിരിക്കും. ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഒരു റെക്ടാങ്കിൾ ആയിരിക്കും, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഒരു ട്രയാങ്കിൾ ആയിരിക്കും. ഇനി ഈ കേസിൽ മാക്സിമം ഷിയർ ഫോഴ്സ് W/2 ആണ്. മാക്സിമം ഷിയർ ഫോഴ്സിന്റെ വാല്യൂ W/2 ഉം മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ WL/4 ആണ്. ഈ ബെൻഡിങ് മൊമെന്റ് മാക്സിമം സെൻട്രലായിരിക്കും. മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവുക ബീമിന്റെ സെൻട്രലായിരിക്കുമെന്ന് ഓർത്തു വെക്കണം. അതുപോലെ ബീമിന്റെ 2 സപ്പോർട്ടിലും ബെൻഡിങ് മൊമെന്റ് 0 ആയിരിക്കും. ഈ 3 കാര്യങ്ങൾ ഓർത്തു വെക്കണം. മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവുക ബീമിന്റെ സെൻട്രലായിരിക്കും, ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ WL/4 ആയിരിക്കും, ബീമിന്റെ സപ്പോർട്ടിൽ ബെൻഡിങ് മൊമെന്റ് 0 ആയിരിക്കും. അപ്പൊ ഈ കേസിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് ട്രയാങ്കിൾ. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, അറ്റ് ദ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ ഓപ്ഷൻസ് ഷിയർ ഫോഴ്സ് ചേഞ്ചസ് ഇറ്റ്സ് ബിഹേവിയർ, ബെൻഡിങ് മൊമെന്റ് ചേഞ്ചസ് ഇറ്റ്സ് ബിഹേവിയർ, ഷിയർ ഫോഴ്സ് ഈസ് മാക്സിമം, ഷിയർ ഫോഴ്സ് ഈസ് മിനിമം. എന്താ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ ബെൻഡിങ് മൊമെന്റിന്റെ സൈൻ ചേഞ്ച് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ എന്ന് പറയുന്നത്. അതായത് ബെൻഡിങ് മൊമെന്റിന്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ കോൺട്രാഫ്ലക്ചർ എന്ന് പറയുന്നത്. ഈ പോയിന്റിൽ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി, ബെൻഡിങ് മൊമെന്റ് ചേഞ്ചസ് ഇറ്റ്സ് ബിഹേവിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഹാവിംഗ് ലോഡ് അറ്റ് ദ സെന്റർ ദ ബെൻഡിങ് മൊമെന്റ് വിൽ ബി ഓപ്ഷൻ മിനിമം അറ്റ് ദ സപ്പോർട്ട്, മിനിമം അറ്റ് ദ സെന്റർ, മാക്സിമം അറ്റ് ദ സപ്പോർട്ട്, നൺ ഓഫ് ദ എബോവ്. നമ്മൾ ഓൾറെഡി ഈ കേസ് ഡിസ്കസ് ചെയ്തു. സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിൽ സെന്ററിൽ പോയിന്റ് ലോഡാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ബെൻഡിങ് മൊമെന്റ് മിനിമം ഉണ്ടാവുക എവിടെയായിരുന്നു? സപ്പോർട്ടിലായിരിക്കും. സപ്പോർട്ടിൽ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ, മിനിമം അറ്റ് ദ സപ്പോർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the shear force at certain section of a beam is stated to be 0. The bending moment at that section will be option minimum, maximum, either minimum or maximum 0. ഒരു ബീമിന്റെ ഒരു പർട്ടിക്കുലർ സെക്ഷനിലെ ഷിയർ ഫോഴ്സ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ആ സെക്ഷനിലെ ബെൻഡിങ് മൊമെന്റ് എന്തായിരിക്കും? നമുക്കറിയാം ഷിയർ ഫോഴ്സ് അറ്റ് എനി സെക്ഷൻ ഓഫ് എ ബീം എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ സെക്ഷനിലെ ബെൻഡിങ് മൊമെന്റ് കേർവിന്റെ സ്ലോപ്പിന് ഈക്വൽ ആയിരിക്കും. അതായത് ഷിയർ ഫോഴ്സ് ഈസ് ഈക്വൽ dm/dx. ചേഞ്ച് ഇൻ ബെൻഡിങ് മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിരിക്കും എന്ത്? ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ബെൻഡിങ് മൊമെന്റ് കേർവിന്റെ സ്ലോപ്പാണ് ആ ഒരു പർട്ടിക്കുലർ സെക്ഷനിലെ ഷിയർ ഫോഴ്സിനെ
ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ബീമിലെ ഒരു പെർട്ടിക്കുലർ സെക്ഷനിലെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ സെക്ഷനിലെ ബെൻഡിങ് മൊമെന്റ് കർവിന്റെ സ്ലോപ്പാണ്. ഷിയർ ഫോഴ്സ് 0 എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? dm/dx = 0, അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് ബെൻഡിങ് മൊമെന്റ് കർവ് ഈസ് 0. സ്ലോപ്പ് ഓഫ് ബെൻഡിങ് മൊമെന്റ് കർവ് 0 ആവുന്ന എപ്പോഴാണ്? ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആകുമ്പോഴും സ്ലോപ്പ് ഓഫ് ബെൻഡിങ് മൊമെന്റ് കർവ് 0 ആവാം. ബെൻഡിങ് മൊമെന്റ് മിനിമം ആകുമ്പോഴും സ്ലോപ്പ് ഓഫ് ബെൻഡിങ് മൊമെന്റ് കർവ് 0 ആവാം. അപ്പോൾ ഷിയർ ഫോഴ്സ് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് ഈസ് ഐദർ മിനിമം ഓർ മാക്സിമം.